സംസ്ഥാനത്തെ മോശം ധനകാര്യ മാനേജ്മെന്റ് കേന്ദ്ര ധനമന്ത്രി തന്നെ തുറന്നുകാട്ടുമ്പോൾ പ്രതിരോധത്തിലായി സംസ്ഥാന ധനവകുപ്പ്. സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതിൽ ₹1 പോലും നൽകാതിരുന്നിട്ടില്ലെന്ന് കണക്കുകൾ നിരത്തിയാണ് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചത്. പണം ചിലവഴിച്ചതിന്റെ രേഖകൾ പോലും സംസ്ഥാനം നൽകിയില്ലെന്നും ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര ധനമന്ത്രി തുറന്നടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ധനവകുപ്പിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനം ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലൂടെ ചൂണ്ടിക്കാട്ടിയതെന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതിൽ ₹1 പോലും നൽകാതിരുന്നിട്ടില്ലെന്ന് കണക്കുകൾ നിരത്തി തന്നെയാണ് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചതും. കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പൂർണ്ണ പരാജയമാണെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും കണക്കുകൾ നിരത്തിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനം ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചത്. അതിൽ തന്നെ കേരളത്തിന് ₹1 പോലും കേന്ദ്ര സർക്കാർ നൽകാതിരുന്നിട്ടില്ല, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന സംസ്ഥാന ധനവകുപ്പിന്റെ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് നിർമ്മല സീതാരാമൻ. അതിൽ തന്നെ കണക്കുകൾ കൃത്യമായി നൽകുന്നുണ്ട്. 2021 കേന്ദ്ര സർക്കാർ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിലും അധികം തുക സംസ്ഥാനത്തിന് നൽകിയിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വലിയ പരാജയമാണ്. ബജറ്റിന് പുറത്തുള്ള ചെലവുകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നിർമ്മല സീതാരാമന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്ത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പോലും മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 4 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് നിലവിൽ മുടങ്ങിയിരിക്കുന്നത്. അതായത് സംസ്ഥാനം ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തേക്കാണ്. സംസ്ഥാനത്തിന് ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ഉൾപ്പെടെ ശമ്പളം മുടങ്ങുന്നത്. മാത്രമല്ല, ഒരു വരുമാന മാർഗത്തെക്കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നില്ല. കടമെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഓരോ വർഷവും സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടമെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ സമീപിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന തുക എന്തിന് ചെലവഴിച്ചു, ഏത് വകുപ്പുകൾക്കാണ് തുക നൽകിയത് എന്നത് സംബന്ധിച്ച കണക്കുകൾ നൽകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ മൂലം കേന്ദ്ര സർക്കാരിന് നൽകാത്ത സാഹചര്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി തുറന്നു കാട്ടുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയുടെ കണക്കുകൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഈ തുക വകമാറ്റി ചെലവഴിക്കുന്നു എന്നതിന്റെ തെളിവുകൾ പോലും ജനം ടിവി നൽകിയതാണ്. വിവിധ വകുപ്പ് മേധാവികൾ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ചില വകുപ്പുകൾക്ക് പണം നൽകുന്നില്ല എന്ന ചോദ്യത്തിന് ഈ വകുപ്പ് മേധാവികൾ തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്തുകൾ ജനം ടിവി പുറത്തുവിട്ടതാണ്. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത്, എന്തിന് ഈ തുക വിനിയോഗിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചെങ്കിൽ മാത്രമേ വീണ്ടും തുക നൽകൂ. അത് സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. മാത്രമല്ല, പോലീസിനുൾപ്പെടെ കേന്ദ്ര സർക്കാർ തുക അനുവദിക്കാറുണ്ട്. എന്നാൽ ഈ തുക വിനിയോഗിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകളും നൽകാറില്ല. ഇതൊക്കെ വകമാറ്റി ചിലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, പോലീസിന്റെ പേരിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു. അതിൽ ₹1 കോടിക്കടുത്താണ് ഈ ഹെലികോപ്റ്ററിന് വാടകയായി നിലവിൽ സംസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക ഒരു വശത്ത് വകമാറ്റി ചെലവഴിക്കുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൃത്യമായ കണക്കുകൾ സംസ്ഥാനം നൽകുന്നില്ല എന്നും ജനം ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും സംസ്ഥാന ധനവകുപ്പ് നേരിടുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ധനവകുപ്പ് ഇതുവരെ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം കണക്കുകൾ നിരത്തി തന്നെയാണ് പ്രതിരോധിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി രംഗത്ത് വരുന്നത്. നേരത്തെ സുപ്രീം കോടതിയിലും ഇതേ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം നയ പൈസ കയ്യിലില്ല, ക്ഷേമ പെൻഷനുകൾ നൽകാൻ കാശില്ല, പെൻഷൻ നൽകാൻ കാശില്ല, സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി താൽക്കാലികമായി കേന്ദ്ര സർക്കാരിനോട് ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ താൽക്കാലികമായ ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കുമ്പോഴും സംസ്ഥാനം മുന്നോട്ട് വെച്ചത് വീണ്ടും കടമെടുക്കാൻ അനുവദിക്കണം എന്നതാണ്. ഏകദേശം 19,000 കോടി രൂപയ്ക്കടുത്ത് കൂടി ഇനിയും കടമെടുക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. എങ്ങനെ ഈ കടം തിരിച്ചടയ്ക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവും നൽകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, വരും മാസങ്ങളിലും സംസ്ഥാനത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാരുടെ ഉൾപ്പെടെ ശമ്പളം മുടങ്ങാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. നവകേരള സദസ്സിന്റെ മറവിൽ നമുക്കറിയാം 100 കോടി രൂപയ്ക്കടുത്താണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. അതിൽ തന്നെ 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പ്രചാരണത്തിനായി മാത്രം ചെലവഴിച്ചത്. ഇതുകൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടമെന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകാൻ പോലും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിഞ്ഞിട്ടില്ല. 140 മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുമെന്നായിരുന്നു നവകേരള സദസ്സ് തുടങ്ങും മുമ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. എന്നാൽ ആരുടെ പരാതികൾക്ക് പരിഹാരം കണ്ടു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും നൽകാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ നൽകിയ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം
6,25,000 പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത്. എന്നാൽ ഈ പരാതികളിൽ 10% പോലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും നേരത്തെ ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് പരിഹാരം കാണാനായി ഒരു IAS ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ചിരുന്നു. അത്തരം ഉദ്യോഗസ്ഥർ പോലും ഇന്ന് ലഭ്യമല്ലാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 100 കോടി രൂപ ദൂർത്താണ് എന്ന് യഥേഷ്ടം പറയേണ്ടി വരും. ഇതിനു പിന്നാലെയാണ് കേരളീയം സംഘടിപ്പിച്ചത്. കേരളത്തിന് മറവിലും വലിയ ദൂർത്ത് നടന്നു. മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി ഓരോ ജില്ലയിലും സംഘടിപ്പിച്ചു. ഇതിലും വലിയ ദൂർത്ത് തന്നെയാണ് നടന്നത്. മാത്രമല്ല വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ച പണം വകമാറ്റി ചെലവഴിച്ചുകൊണ്ടായിരുന്നു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. ഇതെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന തുക എന്തിന് സംസ്ഥാനം ഉപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായി കണക്കുകൾ നൽകുന്നില്ല എന്ന കേന്ദ്ര ധനമന്ത്രിയുടെ ഈ പറയുന്ന ഒരു വെളിപ്പെടുത്തലിന് കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യത സംസ്ഥാന ധനവകുപ്പ് മന്ത്രിക്കുണ്ട്. സംസ്ഥാന ധനവകുപ്പ് ഇക്കാര്യത്തിൽ ഏതായാലും വലിയ രീതിയിലുള്ള വെട്ടിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. രോഹിണി.